അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ RPF SI എക്സാമിൻ്റെ മുൻവർഷങ്ങളിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10 ചോദ്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് മുൻപൊരു വീഡിയോയിൽ നമ്മൾ RPF കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു പ്രാക്ടീസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു 20, 30, 50 ചോദ്യങ്ങളെങ്കിലും മിനിമം ചെയ്ത് പഠിക്കുക ഓരോ വീഡിയോ കണ്ടതിന് ശേഷവും. അപ്പം മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നത് നമുക്ക് ആ പരീക്ഷയുടെ നിലവാരം മനസ്സിലാക്കുന്നതിനും ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ഈ RPF എക്സാമുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനിൽ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 2500 രൂപയാണ് അതിൻ്റെ ആകെ ഫീസ് എന്ന് പറയുന്നത്. ഒരു വർഷത്തെ വാലിഡിറ്റിയാണ് ആ ഒരു കോഴ്സിന് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തെ വാലിഡിറ്റിയിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അതായത് മറ്റ് റെയിൽവേ പരീക്ഷകൾക്കും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. RPF റിട്ടൺ എക്സാമിന് വേണ്ടിയുള്ള മുഴുവൻ കാര്യങ്ങൾ, RPF റിട്ടൺ എക്സാമിൽ എന്തൊക്കെ സിലബസ് ആയിട്ട് വരുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുൻവർഷത്തെ ചോദ്യപേപ്പറുകളും ധാരാളം PDF നോട്ടുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് പോലെ അത് ചെയ്യുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഈ 2500 രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ EMI ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് EMI ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇത് പറയാനല്ല, എൻ്റെ കോഴ്സ് പ്രൊമോട്ട് ചെയ്യാനല്ല ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മോണ പർച്ചേസ്ഡ്, നല്ല പേര്, മോണ പർച്ചേസ്ഡ് 2 sets ഓഫ് ജ്വല്ലറി, അല്ലേ, 2 മാലയോ വളയോ എന്തോ കുട്ടി വാങ്ങിച്ചു, ഫോർ 4000 ഈച്ച്. ഷീ സോൾഡ് ദീസ് സെറ്റ്സ് ഓഫ് ജ്വല്ലറി ഗെയിനിങ് 8% ഓൺ വൺ ആൻഡ് ലൂസിങ് 6% ഓൺ ദി അതർ. കാൽക്കുലേറ്റ് ഹെർ ടോട്ടൽ ടോട്ടൽ ലോസ് ഓർ ഗെയിൻ ഇൻ ദ ഹോൾ ട്രാൻസാക്ഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വളരെ വിശദമായ 2 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. അതിൻ്റെ ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ചോദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അത്ര സ്മൂത്തായിട്ട് തോന്നുന്നില്ല എങ്കിൽ ആ ഒരു ക്ലാസ് കണ്ടു നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ലിങ്കും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കതെല്ലാം കാണാം. QA ഫുൾ ടോപ്പിക്സ് എന്നും പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നോക്കിയാൽ എല്ലാം ഒരു ഓർഗനൈസ്ഡ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? മോണ പർച്ചേസ്ഡ് 2 sets ഓഫ് ജ്വല്ലറി. ഒരെണ്ണം മേടിച്ചു, 2 അപ്പോൾ 4000 രൂപയാണ് മോണയുടെ ചിലവ്. ഇത് വളരെ എളുപ്പം ചെയ്യാൻ കേട്ടോ. അത് ഞാൻ അതിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേതിൽ 8% ലാഭം കിട്ടുന്നു, രണ്ടാമത്തേതിൽ 6% നഷ്ടം കിട്ടുന്നു, നഷ്ടം സംഭവിക്കും. അപ്പം ആദ്യത്തേത് വിൽക്കുമ്പോൾ 8% ലാഭം എന്ന് പറയുമ്പം 4000 ഇൻറ്റു 8%, 2 വെട്ടിപ്പോൾ ഒരു 8 × 4 32, അതായത് 320 രൂപ കയ്യിലോട്ട് കിട്ടി, കൂടുതൽ കിട്ടി. 4000 കഴിഞ്ഞ് 4000 പ്ലസ് 320, 4320 വിറ്റിട്ടുണ്ടാവുക. രണ്ടാമത്തേത് 6% നഷ്ടം സംഭവിക്കുന്നു, അതായത് 4000-ൻ്റെ 6% നഷ്ടം സംഭവിക്കുന്നു. അപ്പോൾ എത്ര? -240, അതായത് 3760 രൂപയ്ക്കായിരിക്കും കൂട്ടി ഇത് വിറ്റിട്ടുണ്ടാവുക. കാരണം 240 രൂപ നഷ്ടം സംഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യത്തേതിൽ നിന്ന് 320 രൂപ കിട്ടുകയും 240 രൂപ പോവുകയും ചെയ്തു. 320 കയ്യിലോട്ട് വന്നു, 240 കയ്യിൽ നിന്ന് പോയി. മൊത്തത്തിൽ എത്ര രൂപ ലാഭം? വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം 80 വ്യത്യാസം, വലുത് പ്ലസ് ആണ്. സോ +80 എന്ന് പറയുമ്പം 80 രൂപ ലാഭം എന്ന് കിട്ടും. പക്ഷേ ഇതിങ്ങനെ ചെയ്യണോ? വേണ്ട. 2 4000 അല്ലേ? ഒരിടത്ത് 8% കിട്ടുന്നു, ഒരിടത്ത് 6% പോകുന്നു. അപ്പോൾ 8 കിട്ടുന്നു, 6 പോകുന്നു. അപ്പം കയ്യിൽ എത്ര കിട്ടും? 2% കിട്ടുമെന്ന് ഓർക്കുക. 2 4000 ആയതുകൊണ്ടാണ് കേട്ടോ, 2 4000. അപ്പോൾ 8% കിട്ടിയിട്ട് 6% പോയി കഴിഞ്ഞാൽ കയ്യിൽ എത്രയേ ഉള്ളൂ? 2% ഉള്ളൂ. അപ്പോൾ കയ്യിൽ കിട്ടുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. എത്ര ശതമാനം? 2%. കാരണം 8 കിട്ടി, 6 പോയി, 2 കയ്യിലുണ്ടല്ലോ. അപ്പോൾ 2% കിട്ടും എന്ന് പറയുമ്പോൾ 4000-ൻ്റെ 2% അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും മക്കളെ? 80 രൂപ എന്ന് കിട്ടും. സോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോവാം.
അല്ലാതെ നിങ്ങൾ ഈ ആദ്യം പറഞ്ഞതുപോലെ ഇരുന്ന് പാടുപെടേണ്ട കാര്യമൊന്നുമില്ല. 8 ൽ 6 കുറച്ച് 2%. അത് മനസ്സിലാലോചന ചെയ്യാം. 4 2 8. 4000-ന്റെ 10%, 4000-ന്റെ 1% എന്ന് പറയുമ്പോൾ 2 0 കളയുക 40 ആയിരിക്കും. 2% അപ്പോൾ 80 ആയിരിക്കും. 2 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് പോവാം. അടുത്ത ചോദ്യം. അപ്പം ആൻസർ കിട്ടി. 80 രൂപ ലാഭം അല്ലെങ്കിൽ ഗെയിൻ. അടുത്ത ചോദ്യം. 2 successive increments of 30% each is by what percentage more than 2 successive decrements? ഈ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുക, ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ കുറയുക. അപ്പോൾ 2 പ്രാവശ്യം 30% വെച്ച് കൂടുക എന്ന് പറയുമ്പോൾ ഇപ്പം ഇനിഷ്യൽ വാല്യൂ 100 ആയിട്ട് ഞാൻ എടുത്താൽ 30% കൂടുന്നു എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 130%. അല്ലേ? 100-ന്റെ 30% കൂടുതൽ എന്ന് പറയുമ്പോൾ 130% ആയിരിക്കും പുതിയ വില. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും അടുത്ത 30% കൂടുന്നു. ഏതിൻ്റെയാ? ഇപ്പം 100 ഉള്ളത് 130 ആയിരിക്കുക. അതിന് വീണ്ടും 30% കൂടുന്നു പറയുമ്പോൾ വീണ്ടും 130%. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് 2 പ്രാവശ്യം 30 കൂടുമ്പോൾ 60 ആണെന്ന് ചിന്തിക്കരുത്. ആദ്യം 30 കൂടി, 100 ആയിരുന്ന സാധനം 30 കൂടി 130 ആയി. അതിൻ്റെയാണ് പിന്നെ 30% കൂടുന്നത്. അതായത് 130%, 130% ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച് എന്നൊക്കെ പറയും. പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സുകളിൽ നമ്മളിത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് 2 പ്രാവശ്യം ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇനി ഡിക്രിമെൻസ് എന്ന് പറഞ്ഞാലോ, ഇതേ 100 രൂപയുടെ സാധനം 1 പ്രാവശ്യം 30% കുറയുന്നു എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1 പ്രാവശ്യം 30% കുറയുന്നു എന്ന് പറയുമ്പോൾ 70% ആയിരിക്കും. ആ 70% കുറഞ്ഞതിൻ്റെ വീണ്ടും 30% കുറയുന്നു. അപ്പം മൊത്തത്തിൽ വീണ്ടും ഇതിന് മൊത്തത്തിൽ 70%. അപ്പോൾ 2 പ്രാവശ്യം 30% വെച്ച് കുറയെന്ന് പറയുമ്പോൾ 30 60% കുറഞ്ഞിട്ട് 40 ഉണ്ടെന്ന് പറയരുത്. പറഞ്ഞാൽ മനസ്സിലായോ? യെസ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടിയ വാല്യൂ. നമുക്ക് നോക്കാം. സോ 2 സക്സസീവ് ഡിക്രിമെൻറ്റ്സ് ഓഫ് 30%. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 169 എന്ന് പറയുമ്പോൾ എത്ര ശതമാനം കൂടുതലാണ്? 100 എന്നുള്ളത് എത്രയായി? 169 ആയി. എത്ര ശതമാനം കൂടി? 69% കൂടി. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഈ സാധനമാണ് നമുക്ക് വേണ്ടത്. ഏത്? ഈ വട്ടത്തിൽ കിടക്കുന്ന സാധനം 69% കൂടി. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഈ 0, ഈ 2 0, ഈ 2 0, ഈ 2 0, ഈ 2 0 വെട്ടിക്കളഞ്ഞിട്ട് 49 ആയി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 100 49 ആയെന്നാ. അപ്പോൾ എത്ര കുറഞ്ഞു? 51% കുറഞ്ഞു. ഓക്കെ. സോ 2 സക്സസീവ് ഇൻക്രിമെൻറ്റ്സ് ഓഫ് 30% എന്ന് പറഞ്ഞാൽ എത്ര? മൊത്തത്തിൽ 69% കൂടും. ബൈ വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ 2 സക്സസീവ് ഡിക്രിമെൻറ്റ്സ് ഓഫ് 30%? 51. അപ്പോൾ ചോദ്യം എന്തുവാ? ഈ 69ഉം 51. ചോദ്യം എന്തുവാ? 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 30% എന്ന് പറഞ്ഞാൽ 69 ഈസ് ബൈ വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ 2 സക്സസീവ് ഡിക്രിമെൻറ്റ്സ്? 2 സക്സസീവ് ഡിക്രിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 30% എന്ന് പറയുമ്പോൾ 51. ഇതിനേക്കാൾ ഇത് എത്ര കൂടുതലാണെന്ന്, അതായത് ഈ 69 എന്ന് പറയുന്നത് 51-നേക്കാൾ എത്ര ശതമാനം കൂടുതലാണെന്ന് 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 51-നേക്കാൾ 69 എത്ര കൂടുതലാണ്? 18 കൂടുതലാണ്. പക്ഷേ എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 18 59-നേക്കാൾ എത്ര കൂടുതലെന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 51 ഇൻറ്റു 100. അപ്പോൾ 1/3ക്ക് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ 33 1/3 എന്ന് പറയുമ്പോൾ 33.33. അതിനേക്കാൾ ഇച്ചിരി കൂടുതലായിരിക്കും. അതിനേക്കാൾ ഇച്ചിരി കൂടുതൽ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും വരുന്നത്. സോ ആൻസർ എത്ര ആയിരിക്കും? 35.29%. ശരിയാണോ മക്കളെ? ശരിയാണോ? യെസ്, 35. കാരണം 32 വരത്തില്ല. കാരണം 33.33യേക്കാളും കൂടുതലാണല്ലോ. അപ്പോൾ എന്ത് വരത്തില്ല? 32 വരത്തില്ല. 33.33. കാരണം 1/3 എന്ന് പറഞ്ഞാൽ എപ്പോഴും 33.33% ആയിരിക്കും. ആ 1/3യേക്കാളും ഇച്ചിരി മുന്നോട്ട് വരും. അപ്പം 35 ആയിരിക്കും. അങ്ങനെ ഒരു ഗസ്സിലാണ് ഞാൻ ആൻസറിലേക്ക് പോയത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 18/51 ഇൻറ്റു 100 ചെയ്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. സോ 35.29. ഇനി 1/3 അങ്ങനെ വന്നു എന്ന് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോ. ഞാൻ മനസ്സിലാലോചിച്ചത് 18/54 എന്നാണ്. കാരണം 18നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 54 കിട്ടുന്നത്. അപ്പോൾ ചെറുതാക്കുമ്പോൾ 1/3. അതാ ഞാൻ അങ്ങനെ ചിന്തിച്ചത് കേട്ടോ. ആ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് പിടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മാനുവലി 18/51 ഇൻറ്റു 100 അങ്ങ് ചെയ്താലും മതി. ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യം. ദി ആവറേജ് ഏജ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇസ് 27 years. അപ്പോൾ എത്ര പേരാണെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ ആവറേജ് എത്ര? 27. ഈ 4 ന്യൂ ഫ്രണ്ട്സ് ഹൂസ് ആവറേജ് ഇസ് 25 years join them. Okay. The average age of the entire group becomes 26. How many people were there in the group? അപ്പം ഇതിനകത്ത് എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല.
ആവറേജ് ഏജ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഡാഷ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. അപ്പോൾ എത്ര ഫ്രണ്ട്സ് എന്ന് അറിയത്തില്ല, ഞാനത് n ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ആവറേജിൻ്റെ കാര്യം നമ്മൾ എന്നോ എക്സോ, നിങ്ങൾക്ക് എക്സ് ആണ് ഇഷ്ടമെങ്കിൽ എക്സ് എടുക്കുക, ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പോൾ മക്കളെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആവറേജ് ഇൻറ്റു നമ്പർ ആയിരിക്കത്തില്ലേ? ആവറേജ് ഇൻറ്റു നമ്പർ ആയിരിക്കും. ഇവിടെ ഇത് ആവറേജ് ഏജ് ഓഫ് ആവറേജ് ഏജ് ഓഫ് ഫ്രണ്ട്സ് ഇസ് 27 ഇയേഴ്സ്. അപ്പോൾ അവരുടെ ആവറേജ് ഞാൻ n ആയിട്ട് എടുത്തു, ആവറേജ് n ആയിട്ട് എടുത്തു. അപ്പോൾ അവരുടെ സം എത്ര ആയിരിക്കും? സം എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ആവറേജ് 27 ആണ്, നമ്പർ അറിയത്തില്ല, അതിനെ ഞാൻ n ആയിട്ട് എടുത്തു. സോ 27n എന്ന് കിട്ടും, ഓർ 27x എന്ത് വേണം എടുക്കാം. 4 ന്യൂ ഫ്രണ്ട്സ് അവരുടെ ആവറേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 4 ന്യൂ ഫ്രണ്ട്സിൻ്റെ സം എത്ര ആയിരിക്കും? 4 ന്യൂ ഫ്രണ്ട്സ് അവരുടെ സം എത്ര ആയിരിക്കും? 27 ഇൻറ്റു 4 പേരുടെ ആവറേജ് 25 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 പേരുടെ ആവറേജ് 25 എന്ന് പറയുമ്പോൾ സം എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 4 എത്ര ആയിരിക്കും മക്കളെ? 100 ആയിരിക്കും. ഓക്കെ, ഇനി എന്താ? അപ്പോൾ ഇവരെല്ലാവരുടെ കൂടി ചേർന്നു. അപ്പോൾ ടോട്ടൽ സം എത്ര? ഈ 4 പേരുടെ സമ്മായ 27n ഇപ്പോൾ വന്ന 4 പേരുടെ സമ്മായ 100 കൂടെ ഞാൻ കൂട്ടി, 27n + 100 എന്ന് കിട്ടി. അന്നേരം പുതിയ ആവറേജ് എത്രയായി? 26 ആയെന്നാണ് പറഞ്ഞത്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകൂടി എഴുതാൻ ഞാൻ. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലേ? ഇവിടെ സം എത്ര? 27n + 100. n എത്ര? ടോട്ടൽ എണ്ണം എത്ര? നേരത്തെ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? എത്രയോ പേരുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇപ്പോൾ 4 പേരൂടെ വന്നു. അപ്പോൾ n + 4 എന്ന് എടുക്കാമല്ലോ. ഈസ് ഈക്വൽ ടു പുതിയ ആവറേജ് എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? 26. അങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ 27n + 100 ഈസ് ഈക്വൽ ടു 26നെ n കൊണ്ട് ഗുണിച്ചാൽ 26നെ n കൊണ്ട് ഗുണിച്ചാൽ 26n പ്ലസ് 26 ഇൻറ്റു 4. 26 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 4 100 ആണ്. അപ്പോൾ 26 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 104. സോ 27n നിന്ന് 26n കുറച്ചാൽ n എന്ന് കിട്ടും. 104 നിന്ന് 100 കുറച്ചാൽ എത്ര കിട്ടും? 4. സോ n ഈസ് ഈക്വൽ ടു 4. അപ്പോൾ അവിടെ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. സോ ആൻസർ ബി ശരിയാണോ? യെസ്. സോ ആവറേജിൻ്റെ ബേസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന. ഇനി ഇത് ഗ്രൂപ്പ് കോൺസെപ്റ്റ് വെച്ചൊക്കെ ചെയ്യാം. അതിപ്പോൾ നമ്മൾ ആവറേജിൻ്റെ ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അത് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഈ ഗ്രൂപ്പ് കോൺസെപ്റ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആ ആവറേജിൻ്റെ ക്ലാസ് കണ്ടു നോക്കുക കേട്ടോ. വളരെ വിശദമായിട്ട് അവിടെ നമ്മൾ അത് പറയുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ ആൻസർ ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ആൻസർ ഓപ്ഷൻ എടുത്തിട്ട് മനസ്സിലാലോചിച്ച് വേണമെങ്കിൽ 27 ഇൻറ്റു 4 എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. യെസ്. അടുത്ത ചോദ്യം. A shopkeeper sold a pair of headphones 5,520 at a gain of 20%. What would have been the gain or loss percentage if it had been sold for rupees 4,370? ഒരു ഷോപ്പ് കീപ്പർ ഒരു സാധനം വിൽക്കുന്നു. എങ്ങനെയാണ് വിൽക്കുന്നത്? 5,520 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ അയാൾക്ക് എന്താ സംഭവിച്ചത്? ലാഭമോ നഷ്ടമോ? 20% ലാഭം. മക്കളെ 20% ലാഭം എന്ന് പറഞ്ഞാൽ എന്തുവാടാ? 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് 20% ആയിരിക്കും. നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് 120% ആയിരിക്കും അല്ലേ? അപ്പോൾ 5,520 വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 20% ലാഭം കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് 120% ആയിരിക്കും. ഇതേ സാധനം തന്നെ നിങ്ങൾ എന്താണ്? വാട്ട് വുഡ് ഹാവ് ബീൻ ദ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ് ഇഫ് ഇറ്റ് ഹാഡ് ബീൻ സോൾഡ് ഫോർ rupees 4,370. നിങ്ങൾ 4,370 രൂപയ്ക്ക് ഈ സാധനം വിൽക്കുകയാണെങ്കിൽ 4,370 രൂപയ്ക്ക് നിങ്ങൾ ഈ സാധനം വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ശതമാനം ലാഭം കിട്ടും എന്നാണ് ചോദ്യം. നിങ്ങൾ ഇപ്പം ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ നേരെ എൻ്റെ ചാനലിലേക്ക് പോവുക. ബ്രോക്കൺ ചെയിൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കി ചെയ്യുക. കാരണം ഇതിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മക്കളെ എന്താണെന്നറിയോ, ഇതൊക്കെ അല്ലാതെ എങ്ങനെ ചെയ്യും എന്നൊക്കെ ആലോചിച്ച് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി പാടാണ് ആ സാധനങ്ങൾ. അതുകൊണ്ടാണ് ആ ക്ലാസ് കാണാൻ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക, നോക്ക്. അപ്പം അത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, തൽക്കാലം ഇപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞാൽ ഇച്ചിരി സമയം പോകുന്നല്ലേ ഉള്ളൂ, പോട്ടെ, സാരമില്ല.
ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഇപ്പം 5520 ആയപ്പോൾ 120% ആണെങ്കിൽ 4370 ആകുമ്പോൾ എത്ര ശതമാനം, അതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇതിനെ 2 ചെയിനായിട്ട് സങ്കല്പിക്കുക. ബ്രോക്കൺ ചെയിൻ കണ്ടിട്ടുള്ളവർക്ക് ആൻസർ ഇപ്പോൾ കിട്ടിക്കാണും, അല്ലെങ്കിൽ അവർ അത് പെട്ടെന്ന് ചെയ്യും. അതറിയത്തില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോ. 2 ചെയിനായിട്ട് സങ്കല്പിക്കുക. ഈ ഒരു ചെയിൻ കണക്റ്റഡ് ആണ്, കാരണം 5520-ന് 4370 എന്ന് പറയുന്ന ഒരു ജോഡി ഉണ്ട്. പക്ഷേ 120-ന് ഒരു പെയർ ഇല്ല. അതുകൊണ്ട് ഈ ചെയിനെ നമ്മൾ വിളിക്കും ബ്രോക്കൺ ചെയിൻ എന്ന് വിളിക്കും. ബ്രോക്കൺ ചെയിൻ എന്ന് വിളിക്കും. ഈ ബ്രോക്കൺ ചെയിനെ കണക്റ്റഡ് ചെയിൻ ആക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. കാരണം 120-ന് ഏത് പെയർ വരുമെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന 120-നെ ഇങ്ങ് എടുക്കുക, 120 ഇൻറ്റു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ കിട്ടുന്ന ഉത്തരം ഈ 120-നേക്കാളും ചെറുതായിരിക്കോ വലുതായിരിക്കോ? കറക്റ്റ് ആൻസർ ഒന്നും വേണ്ട. 120-നേക്കാൾ ചെറുതായിരിക്കോ വലുതായിരിക്കോ? ഏകദേശം നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ? ഇങ്ങനെ ആലോചിച്ചാൽ മതി. 5520 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 120% ആയെങ്കിൽ 4370-ന് വിറ്റാൽ അത് അത്ര ആവുമോ? ഇല്ല. കാശ് കുറച്ച് വിറ്റാൽ എൻ്റെ ലാഭം കുറയും. അപ്പൊ 120-നേക്കാളും ചെറുതായിരിക്കും വരിക. അപ്പൊ ചെറുത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ തമ്മിൽ എങ്ങനെ ഹരിക്കണം? ഇതിനെ തമ്മിൽ ഹരിച്ച് വേണം നമുക്ക് ഗുണിക്കാൻ. അതായത് 120 ഇൻറ്റു ഇവരെ തമ്മിൽ ഹരിക്കണം. എങ്ങനെ ഹരിക്കണം? ചെറുത് കിട്ടണമെങ്കിൽ ചെറുത് ബൈ വലുത്, വലുത് കിട്ടണമെങ്കിൽ വലുത് ബൈ ചെറുത്. അപ്പൊ ചെറുത് കിട്ടണമെങ്കിൽ ചെറുത് ബൈ വലുത് എന്ന് പറയുമ്പോൾ എത്ര? 4370 ഡിവൈഡഡ് ബൈ 5520. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതെല്ലാം കൂടെ വെട്ടിക്കളഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 95% എന്ന് കിട്ടും. അപ്പോൾ ഈ 95% കിട്ടിയ അതിൻ്റെ അർത്ഥം എന്തുവാ? സെല്ലിംഗ് പ്രൈസ് 95% ആയെന്നാ. 95% സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടിയത്? 95%. അപ്പോൾ 100 രൂപയുടെ സാധനം നിങ്ങൾ 95-ന് വിറ്റു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങൾക്ക് സംഭവിച്ച ലോസ് എത്ര? 5%. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 95% കിട്ടിയ ആലോചിച്ചോണം ലോസ് എത്ര ആയിരിക്കും? 5% ആയിരിക്കും. ലോസ് എത്രയായിരിക്കും? 5% ആയിരിക്കും. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് കാണുന്നത് എന്തുകൊണ്ട് നല്ലതാണ് കേട്ടോ. അടുത്ത ചോദ്യം, നിസാരമായ ചോദ്യം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിക്കാണും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. ഈ എക്ക് ഒരു ഇതുണ്ട് കേട്ടോ. എ ടു മേക്ക് 6234A6 ഡിവിസിബിൾ ബൈ 9. 9-ന്റെ ഡിവിസിബിലിറ്റി റൂൾസ് എന്നും പറഞ്ഞ് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 9-ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് 9 9-ന്റെ മൾട്ടിപ്ലോ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 6 2 3 4 എ, എൻ്റെ എ ഒക്കെ കണ്ട എ ആയിട്ട് തോന്നുമോ? 6. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 9 9-ന്റെ മൾട്ടിപ്ലോ വന്നാൽ 9 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കേ. 6 2 8 3 11 4 15 6 അല്ലെ, സോറി, 6 2 8 3 11 4 15 6 21 കിട്ടി അല്ലേ? എ നമ്മൾ കൂട്ടിയില്ല കേട്ടോ. 6 2 8 3 11 4 15 6 21 കിട്ടി. അപ്പോൾ 9 കൊണ്ട് ഹരിക്കണമെങ്കിൽ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് 9 9-ന്റെ മൾട്ടിപ്ലോ ആയിരിക്കണം. അപ്പോൾ 21-ന് അടുത്തുള്ള ഏത് സംഖ്യയാണ് 9-ന്റെ മൾട്ടിപ്ലോ ആയിട്ട് വരിക? 27 ആണ് വരിക. 21 27 ആവാൻ എത്രയും കൂടെ കൂട്ടണം? 6 കൂടെ കൂട്ടണം. അപ്പോൾ എ എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 6 ആയിരിക്കണം. ഓപ്ഷൻ ഡി. എ എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 6 ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഓരോ നമ്പറിൻ്റെയും ഈ SSC റെയിൽവേ പരീക്ഷകളുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ഒരു ചോദ്യം. ഇത് ഏത് പരീക്ഷയ്ക്ക് പോയാലും ഇതേപോലെ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം. പ്രത്യേകിച്ച് ഈ റെയിൽവേ തുടങ്ങിയ പരീക്ഷകൾക്ക്, SSCയുടെ CHSL തുടങ്ങിയ പരീക്ഷകൾക്ക് ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ ഒരു ചോദ്യം. അപ്പോൾ ഏത് സംഖ്യ വന്നാൽ 9 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ചിലപ്പോൾ 10-ന്റെ ആയിരിക്കും, 11-ന്റെ. അപ്പോൾ ഈ ഡിവിസിബിലിറ്റി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളത് ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അതിൽ 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് കണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പം അങ്ങനെയാണ് 9-ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് 9 9-ന്റെ മൾട്ടിപ്ലോ ആണെങ്കിൽ നമുക്ക് 9 കൊണ്ട് അതിനെ ഹരിക്കാം. മക്കളെ, അടുത്ത ചോദ്യം. സോ ഇവിടെ ആൻസർ എത്ര കിട്ടി? 6. അടുത്ത ചോദ്യം,
if two qualities of pulses x and y of prices 100 and 150 per kg are mixed in the ratio 7:20, what is the price of the mixture of pulses? Mixtures and alligation. അപ്പം നിങ്ങൾക്ക് ഓരോ ചോദ്യം വരുമ്പോഴും നമ്മുടെ ഓരോ വീഡിയോ നിങ്ങൾ കാണേണ്ടി വരും. മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ എന്ന് പറഞ്ഞ് 2 ക്ലാസ്സുകൾ വളരെ വിശദമായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അതിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് ലെങ്ത് കൂടുതലായിട്ട് പോകും. എങ്കിലും ഈ ഒരു ചോദ്യത്തിന് വേണ്ടത് ഞാൻ പറയാം. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്ക്. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നോക്കാം മക്കളെ, അലിഗേഷൻ എന്ന് പറഞ്ഞാൽ 2 സാധനങ്ങൾ ചേർന്ന് മൂന്നാമതൊരെണ്ണം ഉണ്ടാകുന്നു. എ മിക്സ്ചർ ഓഫ് ടു 2 സാധനങ്ങൾ ചേർന്ന് മൂന്നാമതൊരെണ്ണം ഉണ്ടാകുന്നു. ആ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അലിഗേഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കൊരു ചീപ്പർ പ്രൈസ് ഉണ്ടായിരിക്കും, ഒരു ഹയർ വാല്യൂ, ഒരു ചീപ്പർ വാല്യൂ, ഒരു ഹയർ വാല്യൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു മീൻ വാല്യൂ നമുക്കുണ്ടായിരിക്കും. ഓക്കെ, ഈ ചീപ്പർ വാല്യൂവും ഈ ഹയർ വാല്യൂവും ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഈ മീൻ വാല്യൂ കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്ത് ഇവിടെ എഴുതണം. അതായത് വലുത് എന്ന് പറയുന്നത് m ആയിരിക്കും, സോ m - c. ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്ത് ഇവിടെ എഴുതണം. വലുത് h ആയിരിക്കും, സോ h - m. എനിക്ക് 100% ഉറപ്പുണ്ട് അലിഗേഷനെ കുറിച്ച്, അലിഗേഷൻ്റെ ക്ലാസ് കണ്ടിട്ടില്ലാത്ത, അല്ല അത് കിട്ടിയിട്ടില്ലാത്ത ഒരാളിന് ഒരു കുന്തവും മനസ്സിലായി കാണത്തില്ല ഇങ്ങനെ പറഞ്ഞത് കൊണ്ടെന്ന്. ഇതിങ്ങനല്ല പറയേണ്ടത്, അതിന് കുറച്ചുകൂടെ വിശദമായിട്ട് പറയണം. ഇപ്പോൾ തൽക്കാലം അതിന് നമുക്ക് മാർഗ്ഗമില്ല. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇതാണ് അലിഗേഷൻ്റെ ഒരു ബേസ് കോൺസെപ്റ്റ്. ഈ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഭാഗത്തേക്ക് ഞാൻ വന്നാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീൻ പ്രൈസ് ആണ്. മീൻ പ്രൈസ് എപ്പോഴും ഈ നടുക്ക് വരുന്ന വാല്യൂ, അതായത് 100ഉം ആ സംഖ്യയും തമ്മിൽ കുറച്ചപ്പോൾ കിട്ടുന്നത് ഇതെന്ന് പറയുന്നത് റേഷ്യോ ആണ്. അത് കിട്ടണമെന്നില്ല. ഇത് എഴുതിയേക്കുന്ന സാധനം റേഷ്യോ ആണ്. ശരിക്കും 100ൽ നിന്ന് എന്തോ ഒരു സംഖ്യ കുറച്ചപ്പോൾ ഇത് കിട്ടിയതാവണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 10,000ഉം 3000ഉം കിട്ടിയെന്നിരിക്കട്ടെ വാല്യൂ. പക്ഷെ നമ്മൾ ഇവിടെ എഴുതി വെക്കുന്ന റേഷ്യോ ആയിരിക്കും 1:3 ആയിരിക്കും എഴുതി വെക്കുന്നത്. അപ്പോൾ ഇത് റേഷ്യോ ആണ്, കറക്റ്റ് വാല്യൂ ആവണമെന്നില്ല. ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആകാം. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത് റേഷ്യോ ആണെന്നുള്ള കാര്യം ഓർക്കുക. അതായത് 100ൽ ഈ മീൻ വാല്യൂവും ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ 20 അല്ലെങ്കിൽ 20ൻ്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിളോ. 150ഉം മീൻ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസമാണ് 7 അല്ലെങ്കിൽ 7ൻ്റെ ഏതോ ഒരു മൾട്ടിപ്പിളോ. അതിൻ്റെ ലീസ്റ്റ് ഫോം ആണ് എഴുതി വെച്ചേക്കുന്നത്, റേഷ്യോ ആണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. വേറൊരു കളർ എടുക്കാം. അലിഗേഷൻ ഒന്ന് കണ്ടു നോക്കണേ, ഒരു നഷ്ടവും നിങ്ങൾക്ക് അതുകൊണ്ട് വരാനില്ല. ഈ 100 രൂപയുടെ സാധനം 7 കിലോ മേടിച്ചു എന്ന് വിചാരിക്കുക. എത്ര രൂപ ചിലവായി? 100 × 7 എത്രയായി? 700 രൂപ ചിലവായി. ഇതിൻ്റെ അർത്ഥം എന്തുവാ? എക്സ് 7 എടുത്താൽ y 20 എടുക്കണമെന്നല്ലേ? അപ്പോൾ എക്സ് 100 രൂപയുള്ള എക്സ് 7 കിലോ മേടിച്ചു, 700 രൂപ ചിലവായി. 150 രൂപയുള്ള y എത്ര കിലോ മേടിച്ചു? 20 കിലോ മേടിച്ചു അല്ലേ? അപ്പോൾ 150 × 20 എത്ര രൂപ ചിലവായി? 3000 രൂപ ചിലവായി. അപ്പോൾ ഇത് അലിഗേഷൻ ഉപയോഗിക്കാതെ ഈ പറഞ്ഞ പോലെയും ചെയ്യാം. അതാണ് ഞാൻ ഈ പറയുന്നത്. അലിഗേഷൻ ഉപയോഗിക്കാതെ എക്സും വൈ ഒന്നും എടുക്കാതെ ഞാൻ ഈ പറയുന്ന പോലെയും ചെയ്യാം. പിന്നെ അലിഗേഷൻ്റെ ഒരു ചോദ്യമാണ് എന്ന അർത്ഥത്തിൽ ഞാൻ ആ ഒരു കോൺസെപ്റ്റ് കൂടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അലിഗേഷൻ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടി നോക്കിക്കേ, എത്ര കിട്ടും? 3700. അപ്പോൾ എത്ര കിലോ സാധനം മേടിച്ചു? ഇത് 7 കിലോയും മേടിച്ചു, ഇത് 20 കിലോയും മേടിച്ചു. മൊത്തം എത്ര കിലോ മേടിച്ചടാ? 27 കിലോ മേടിച്ചു. അപ്പോൾ 27 കിലോയുടെ വിലയാണ് 3700. 1 കിലോയുടെ വിലയല്ലേ? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ മിക്സ്ചർ? അപ്പോൾ പുതിയ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് ഇത് 7 കിലോയും വേണം, ഇത് 20 കിലോയും വേണം. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ 27 കിലോ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? 27 കിലോ ഉണ്ടാക്കി. അപ്പോൾ 27 കിലോയുടെ ചിലവാണ് 3700 രൂപ. അപ്പോൾ 1 കിലോയുടെ ചിലവ് എത്ര? 3700 ഡിവൈഡഡ് ബൈ 27. അപ്രോക്സിമേറ്റ്ലി ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് നിയറസ്റ്റ് റൊപ്പി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡെസിമൽ വേണ്ട, അടുത്ത വാല്യൂയിലേക്ക് എടുക്കാൻ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക്
137 എന്ന് കിട്ടും. ശരിയാണോ? യെസ്, 137 എന്ന് കിട്ടും. ഇത് ഹരിക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്നതല്ല, ഏകദേശം വരും. അപ്പോൾ നമ്മൾ അതിനെ റൗണ്ട് ചെയ്ത് 137 കറക്റ്റ് നിയറസ്റ്റ് റുപ്പീന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 137 രൂപ എന്ന് നമുക്ക് കിട്ടും. RPF-ന്റെ എക്സാം നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ എഴുതാം. അപ്പോൾ ചോദ്യങ്ങൾ ഈ മലയാളത്തിലും കൂടെ ഞാൻ ഉൾപ്പെടുത്താത്തത് അത്രയും നമ്മുടെ സ്ക്രീൻ സ്പേസ് പോകും എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് അനോട്ടേറ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് പോകും, അതുകൊണ്ടാണ്. ഒരുപാട് ഫോൺ സൈസ് ഞാൻ കുറയ്ക്കത്തുമില്ല, കാരണം ഇത് നിങ്ങൾക്ക് ഈസിലി റീഡബിൾ ആയിരിക്കണം സ്ക്രീൻ. അതുകൊണ്ട് ഞാൻ ഈ സ്ക്രീൻ സ്പേസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ക്രീൻ സ്പേസ് അങ്ങനെ കളയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മലയാളത്തിലുള്ള ചോദ്യങ്ങളിലൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് 7ാമത്തെ ചോദ്യം. The current ages of Sudhir and Ashish are in the ratio 5:7. 12 years ago, the ratio of their ages was 1:2. What will be the age of Sudhir after 5 years from now? ഏജസിൻ്റെ ഒരു ക്ലാസ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയും ഇത് എന്ത് ചോദ്യം വന്നാലും ഇയാൾക്ക് ഇത് തന്നെ പറയാനുള്ളൂ. മക്കളെ, ഇതെല്ലാം നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ കാണുകയാണെങ്കിൽ അവിടെ ബേസിക്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ആ ഒരു പ്ലേലിസ്റ്റ് ഫുള്ളൊന്ന് കണ്ടിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ, അല്ല ആ പ്ലേലിസ്റ്റ് ഫുള്ളൊന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദി കറന്റ് ഏജസ് ഓഫ് സുധീർ ആൻഡ് ആശിഷ്. അപ്പോൾ സുധീറും ആശിഷും എത്രയാണ് മക്കളെ? 5:7. ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ചോദ്യത്തിൽ പെർസെൻറ്റേജ് ഉണ്ടോ? ഉണ്ട്. ദ കറന്റ് ഏജ് എന്ന് പറയുമ്പോൾ അറ്റ് പെർസെൻറ്റേജ് ആണ്. ഇത് അവരുടെ പെർസെൻറ്റേജിൻ്റെ റേഷ്യോ ആണ്. പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപോ ഉള്ള ഒരു റേഷ്യോ ഉണ്ടായിരിക്കും. ഉണ്ടല്ലോ? ഉണ്ട്. എന്താണ്? 12 years ago. അപ്പോൾ 12 years ago -12 12 years ago എത്ര റേഷ്യോ? 1:2 ആണ്. 12 years ago റേഷ്യോ എത്ര? 1:2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് വേണ്ടത് ഇവരുടെ പെർസെൻറ്റേജ് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് 5 വർഷം കഴിഞ്ഞു എത്രയാണ്. അപ്പോൾ ആദ്യം നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കണേ മക്കളെ. ആദ്യം ഈ 2 ടൈം പീരീഡും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഇത് തമ്മിൽ എത്ര വർഷത്തെ വ്യത്യാസമുണ്ട്? 12. ശ്രദ്ധിച്ചിരിക്കണേ. ഇൻറ്റു നമുക്കൊരു പ്രസന്റ് റേഷ്യോയും കാണും, അതല്ലാത്തൊരു റേഷ്യോയും കാണും. അപ്പം ഇത് നമ്മുടെ പ്രസന്റ് റേഷ്യോ ആണ്. അപ്പോൾ ഈ പ്രസന്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം എടുക്കണം. വലുതിന് ചെറുതം കുറച്ചാൽ മതി. വലുതിന് ചെറുതം കുറയ്ക്കുക. 2ൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 1. ഡിവൈഡഡ് ബൈ ക്രോസ് പ്രോഡക്റ്റ് ഡിഫറൻസ് എന്നൊക്കെ പറയും. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2 10. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 7 10 - 7 എത്ര? 3 അല്ലേ? അതുകൊണ്ട് അതിനെ ഹരിക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകും. എത്ര കിട്ടും? 4 എന്ന് കിട്ടും. കട്ട് ചെയ്ത് പോയിട്ട് എത്ര കിട്ടും നമുക്ക്? 4 എന്ന് കിട്ടും. ഈ കിട്ടുന്ന 4 ഉണ്ടല്ലോടാ, ഇതിനെ പ്രസന്റ് റേഷ്യോയിലിട്ട് ഗുണിച്ചാൽ അവരുടെ വയസ്സ് കിട്ടും. അപ്പോൾ സുധീറും പിന്നെ ആരാണ്? ആശിഷും. അവരുടെ പ്രസന്റ് റേഷ്യോ എത്ര? 5:7. നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ എത്ര? 4. ആ 4 കൊണ്ട് ഇതിനെ അങ്ങ് ഗുണിച്ചാൽ മതി. ഇവിടെ വെച്ച് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്കിലോട്ട് പോയിട്ട് ഞാൻ ആ പറഞ്ഞ എന്താണെന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. 5 × 4 20. 7 × 4 28. അപ്പോൾ സുധീറിന് ഇപ്പോൾ 20 വയസ്സ്. ഇത് ഇപ്പോഴത്തെ വയസ്സാണ് കേട്ടോ, പ്രസന്റ് റേഷ്യോ. സുധീറിന് ഇപ്പോൾ 20 വയസ്സും ആശിഷിന് ഇപ്പോൾ 28 വയസ്സുമാണ്. ചോദ്യം എന്തുവാ? വാട്ട് വിൽ ബി ദി ഏജ് ഓഫ് സുധീർ ആഫ്റ്റർ 5 years? സുധീറിന് 5 വർഷം കൂടെ കഴിയുമ്പോൾ എത്ര വയസ്സാകുമെന്ന്? 20ൻ്റെ കൂടെ 5 കൂടെ കൂട്ടുക, എത്ര കിട്ടും? 25 വയസ്സ്. അപ്പോൾ സുധീറിന് എത്ര വയസ്സ്? 25 വയസ്സ്. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി. ശരിയാണോ? അതെ, ശരിയാണ്. അപ്പോൾ ഏജസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടെക്നിക്ക് അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ ക്ലീഷേ ചോദ്യങ്ങൾക്ക് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഉത്തരം എഴുതി പോകാനായിട്ട് പറ്റും. മക്കളെ, അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ദി ആവറേജ് ഓഫ് 36 numbers was found to be 45. 36 സംഖ്യകളുടെ ശരാശരി 45 ആണ്. Later it was detected that 84 was misread as 48. 84 പകരം 48 എടുത്തു. അപ്പോൾ 36 സംഖ്യകളുടെ ശരാശരി 45 ആണ്. അപ്പം ഈ 36 സംഖ്യകളുടെ തുക എത്ര? 36
ഇൻറ്റു 45 എത്ര കിട്ടും? 1620 കിട്ടും. അപ്പം ഇനി ശ്രദ്ധിക്കുക, 84 വാസ് മിസ്റീഡ് ആസ് 48. 84 പകരം 48 എടുത്ത് വെച്ചേക്കുക. അപ്പോൾ 84 ചെല്ലേണ്ടടുത്ത് 48 ചെന്നു. നിങ്ങൾക്ക് ഒരുത്തരം 84 രൂപ തരാനുണ്ടാവും, നിങ്ങൾക്ക് 48 കൊണ്ട് തന്നുള്ളൂ. അപ്പോൾ അവനിനി എത്ര രൂപയും കൂടെ നിങ്ങൾക്ക് തരണം? 36 രൂപയും കൂടെ തരണം. അപ്പം ഈ സമ്മിൻ്റെ കൂടെ ഇതിനകത്ത് 36 കുറഞ്ഞിരിക്കുക. 88 വരെ 40, 84 വരെ 48 എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 36 കുറഞ്ഞിരിക്കുക. അപ്പോൾ ആ 36 കൂട്ടണം. അപ്പോൾ എത്രയായി? 1656 അല്ലേ? 1656. ഈ 1656 എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള സമ്മ്, കറക്റ്റ് സം എന്ന് നമുക്കിതിനെ പറയാം. കറക്റ്റ് സം. അപ്പോൾ കറക്റ്റ് ആവറേജ് എത്ര? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. 1656 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസിന് മാറ്റമില്ല, 36 നമ്പർ തന്നെ. സോ 36 കൊണ്ട് ഹരിക്കുക. ഉത്തരം നമുക്ക് ഇവിടെ വെച്ച് ഹരിച്ച് നോക്കാതെ തന്നെ പറയാം. കാരണം എന്താ? 2 6 അവസാനിക്കുന്നുണ്ട്. അപ്പോൾ പറ്റത്തില്ല, ഞാൻ ഒരെണ്ണേ ഉള്ളെന്ന് വിചാരിച്ചു. അപ്പോൾ 6 × 6 36. അപ്പം 6 കൊണ്ട് 6 അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്തായാലും വരത്തില്ല. അപ്പോൾ എയും ബിയും ആൻസർ അല്ല. അപ്പോൾ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 46 ആൻസർ കിട്ടും. സോ ആൻസർ എത്ര? 46. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ സം ഓഫ് മണി ഇൻവെസ്റ്റഡ് അറ്റ് എ സർട്ടൺ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം എമൗണ്ട്സ് ടു ₹14,522 ഇൻ 7 years. അതായത് 7 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 14,522 ആൻഡ് ടു ബി 18,906 ഇൻ 11 years. 11 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 18,906. അപ്പം 7 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലല്ലോ, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, 7 വർഷം കൊണ്ട് കിട്ടിയ നിങ്ങളുടെ 7 വർഷം കൊണ്ട് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടി 14,522 ആയി. 11 വർഷം കൊണ്ട് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടി 18,906 ആയി. അപ്പോൾ ഈ രണ്ടിടത്തും ഈ രണ്ട് വാല്യൂവിനകത്തിലും പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ പ്രിൻസിപ്പിൾ എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. ഇൻട്രസ്റ്റ് വർഷം കൂടുന്നതിനനുസരിച്ച് കൂടും. സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ എല്ലാ വർഷവും ഒരു സെയിം എമൗണ്ട് വീതം ഇങ്ങനെ കൂടി വരിക. അപ്പോൾ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് കണ്ടുപിടിക്കാം. രണ്ടിടത്തും പ്രിൻസിപ്പിൾ സെയിം ആണല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എടുക്കുക. 4,384 എന്ന് കിട്ടും. അപ്പോൾ ഈ 4,384 എന്ന് പറയുന്നത് എത്ര വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റാ? 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 4,384 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1096 എന്ന് കിട്ടും. എത്ര കിട്ടും? 1096. ഇത് 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റാണ്. അപ്പം നമുക്ക് ഈ 7 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? 7 വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 14,522 ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടെ കൂട്ടുന്നതാണ് 14,522. അതിൽ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്കറിയത്തില്ല. പക്ഷേ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7 വർഷത്തെയാണ്. 1 വർഷത്തെ ഇൻട്രസ്റ്റ് ഇപ്പോൾ നമുക്കറിയാം 1096 ആണ്. ഇൻറ്റു 7 വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും 14,522. അപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഈ 14,522 നിന്ന് ഈ 1096 ഇൻറ്റു 7 എന്ന് പറയുമ്പം 7,672 നമ്മൾ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6,850 എന്ന് കിട്ടും. സോ 6,850 ആണ് നമ്മുടെ ആൻസർ. 6,850. ഓക്കെ, സോ ആൻസർ ശരിയാണ്. അടുത്ത ചോദ്യം. A thief is noticed by a policeman from a distance of 200 meters. The thief started running as soon as he is noticed. The policeman chases him simultaneously. The thief and policeman run at the speed of 10 km/h and 11 km/h respectively. What is the distance in meters between them? After 6 minutes, the policeman starts chasing. Okay. So, ഒരു പോലീസുകാരൻ ഇവിടെ നിൽക്കുക. അവിടുന്ന് ഒരു 200 മീറ്റർ മാറി ഒരു കള്ളൻ നിൽപ്പുണ്ട്. സോ ദിസ് ഈസ് ദ പോലീസ്മാൻ ആൻഡ് ദിസ് ഈസ് ദ തീഫ്.
ഓക്കെ, ഇനി എന്താണ്? ഇനി ഈ പോലീസ്മാൻ്റെ സ്പീഡ് 11 km/h, കള്ളൻ്റെ സ്പീഡ് 10 km/h. അപ്പോൾ ഓർത്തോണം, കള്ളനെ പിടിക്കാൻ പറ്റും, കാരണം സ്പീഡ് കുറവാണ് മുന്നേ ഓടുന്നവന്, അപ്പോൾ ഓടി പിടിക്കാൻ പറ്റും. ഇനി കള്ളനെ പിടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ വീഡിയോ കാണണേ കേട്ടോ. ഇവിടെ ഞാൻ പറയുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ വീഡിയോ കാണണേ. കള്ളനെ പിടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പോലീസുകാരന് കള്ളനേക്കാളും 1 km/h സ്പീഡ് കൂടുതലുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് സ്പീഡ്. സെയിം ഡയറക്ഷനിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് തമ്മിൽ ആഡ് ചെയ്യുമായിരിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വളരെ വിശദമായിട്ട് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കണേ. അല്ലെങ്കിൽ ഈ ചോദ്യം മാത്രം നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് കേട്ടാലും മതി. പക്ഷേ ഇതുപോലുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബേസ് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അത് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കണം. അത് ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ അവിടെ വളരെ വിശദമായിട്ട് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. So a thief is noticed by a policeman from a distance of 200 meters. The thief starts running as soon as he is noticed. Okay, ചോദ്യം ഇതാണ്, what is the distance between them after 6 minutes? 6 മിനിറ്റ് കഴിയും. അപ്പോൾ ഇവിടെ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ കള്ളനെ കാണുമ്പോൾ പോലീസുകാരൻ ഓടുക, പോലീസുകാരനെ കാണുമ്പോൾ കള്ളൻ ഓടുക. അപ്പം ഇയാൾ ഓടി അവിടെ ചെല്ലുന്നവരെ അവൻ നോക്കിക്കൊണ്ടിരിക്കില്ല, അവനും ഓടുകയാണ് ഇവനും ഓടുകയാണ്. അപ്പം അവൻ്റെ സ്പീഡിനേക്കാളുമുള്ള എക്സ്ട്രാ സ്പീഡ് കൊണ്ടാണ് അവനെ ചേസ് ചെയ്യുന്നത്. അപ്പം ഡിസ്റ്റൻസ്, ഇവർ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഈ റിലേറ്റീവ് സ്പീഡിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് ഇങ്ങനെ കുറഞ്ഞ് വരും. എന്നിട്ട് അവസാനം കള്ളൻ്റെ അടുത്തെത്തി ഇയാൾ കള്ളനെ പിടിക്കും. അപ്പോൾ ഈ റിലേറ്റീവ് സ്പീഡിന് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കും. ഇവിടെ റിലേറ്റീവ് സ്പീഡ് എത്ര? 1 km/h. 6 മിനിറ്റ് കഴിയുമ്പോഴാണ്. അപ്പോൾ ഈ 6 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെക്കൻഡായിട്ട് അതിനെ എടുക്കാം. എത്ര? 6 × 60 സെക്കൻഡായിട്ട് എടുക്കാം. അപ്പോൾ ഈ km/h എന്ന് പറയുന്നത് മീറ്ററിലുള്ള കിലോമീറ്ററിലുള്ള യൂണിറ്റാണ്. നമുക്കതിനെ മീറ്ററിലോട്ട് മാറ്റണം. അല്ലെ, മീറ്ററിലുള്ള അതായത് km/h മീറ്റർ/സെക്കൻഡ് ആക്കണം. എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 6 × 60 360 സെക്കൻഡ് അല്ലേ. അപ്പോൾ 18 2 20 20 × 5 100 മീറ്റർ ആയിരിക്കും 6 മിനിറ്റ് കഴിയുമ്പം അവർക്കിടയിലുള്ള അകലം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റഡ് ആയെന്ന് വരത്തില്ല, കാരണം ആദ്യമായിട്ട് ഇത് കേൾക്കുമ്പം ശ്രദ്ധിച്ചിരിക്കും. ഒന്നുകൂടെ പറയാം. 11 km/h ഒരു പോലീസുകാരൻ ഓടുന്നു. അയാളുടെ മുമ്പിൽ കിടന്ന് 10 km/h ഒരു കള്ളൻ ഓടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കള്ളനെ ഇയാൾക്ക് പിടിക്കാൻ പറ്റും. കള്ളനും ഇയാളും തമ്മിലുള്ള അകലം കുറഞ്ഞു വരും. ഈ കഥ തുടങ്ങുന്ന സമയത്ത് 200 ആയിരുന്നു അകലം. ഇനി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അകലം കുറഞ്ഞു വരും. കാരണം എന്താ? ഈ ഡിസ്റ്റൻസ് മറികടക്കാൻ ഇയാൾക്ക് പറ്റും. കാരണം എന്താ? ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. 2 പേരുടെ സ്പീഡ് 10 ആണെന്ന് വിചാരിക്കുക. കള്ളൻ മുമ്പിൽ 10 km/h ഓടുന്നു, പോലീസുകാരൻ പുറകിൽ 10 km/h ഓടുന്നു. അപ്പോൾ 2 പേർക്കും ഇടയിലുള്ള അകലം ഇതുപോലെ നിൽക്കും, എപ്പോഴും 200 ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ പുറകിൽ ഓടുന്നവന് സ്പീഡ് കൂടുതലാണ്. അപ്പോൾ അവൻ കുറേ സമയം കഴിയുമ്പോൾ ആ ഡിസ്റ്റൻസ് മറികടന്ന് ഇവൻ്റെ അടുത്തോട്ട് കൂടുതൽ അടുത്ത് വരും. അപ്പോൾ അതിന് കാരണം ഈ എക്സ്ട്രാ ഉള്ള സ്പീഡാണ്. അതാണ് റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നത് ഈ റിലേറ്റീവ് സ്പീഡ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ റിലേറ്റീവ് സ്പീഡിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവർക്കിടയിൽ ഓരോ ടൈമിലും വരുന്ന ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി. റിലേറ്റീവ് സ്പീഡ് ഇൻറ്റു ടൈമാണ്. റിലേറ്റീവ് സ്പീഡ് എക്സ്ട്രാ ഉള്ള സ്പീഡ് 1 km/h. നമുക്ക് 6 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മീറ്ററിലായിരിക്കും ഡിസ്റ്റൻസ് കിട്ടുക. അപ്പോൾ km/h നമ്മൾ മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണം. km/h മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് 6 മിനിറ്റ് എന്ന് പറഞ്ഞു. ടൈം എന്ന് പറഞ്ഞാൽ 6 മിനിറ്റാണ്. 6 മിനിറ്റിനെ നമ്മൾ സെക്കൻഡ് ആക്കാൻ 6 × 60, 1 മിനിറ്റ് 60 സെക്കൻഡ് അല്ലേ. 6 × 60 360 സെക്കൻഡ്. അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 100 മീറ്റർ എന്ന് കിട്ടിയത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞതിനകത്തിലുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ കണ്ടു നോക്കുക. ടൈം ആൻഡ് ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടു നോക്കുക, പഠിക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? യെസ്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. 10 ചോദ്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഇത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ 10 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊരു 100 ചോദ്യങ്ങളാക്കാൻ ശ്രമിക്കുക. കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. അതുപോലെ RPF
കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഞാനുമായി നേരിട്ട് സംസാരിക്കണമെങ്കിൽ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ താഴെ മെയിൽ ID നമ്മുടെ വെബ്സൈറ്റിലും ഒക്കെ നിങ്ങൾക്ക് ഞാനുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പം എന്തായാലും വളരെ എഫക്റ്റീവായിട്ട് കുറേ എഫേർട്ട് എടുത്ത് ഞാൻ ചെയ്യുന്ന ഒരു കോഴ്സാണത്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരൊക്കെ അത് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീട്ടിൽ കാണാം.